അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബുധനാഴ്ച രാവിലെ കുത്താറ് മദനി നഗരത്ത് നടന്ന വലിയ ഒരു അപകടം നാടിനെ ദുഃഖത്തിലാക്കിയിരിക്കുന്നു, കുടുംബത്തിനെ ദുഃഖത്തിലാക്കിയിരിക്കുന്നു, സമുദായത്തിനെ ദുഃഖത്തിലാക്കിയിരിക്കുന്നു. പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങളടക്കം പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മണ്ണിൻ്റെ അടിയിൽപ്പെട്ട് ഉറങ്ങിയ സമയത്ത് മരണപ്പെടുകയാണ്. അള്ളാഹു താല അവർക്ക് മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിനേക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. പല ആളുകളും സ്റ്റിക്കർ അയച്ചു, വോയിസ് അയച്ചു, പല ദുഃഖവാർത്തകളും വാട്സപ്പിൽ ഷെയർ ചെയ്തു. എങ്കിൽ അവിടെ അവസാനിക്കുന്നില്ല. ഈ ഒരു സംഭവത്തിൻ്റെ പിന്നിൽ അഗാധമായി ചിന്തിക്കണം. ഈ ഒരു അപകടം നടക്കാനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ചിന്തിക്കേണ്ടത് അയൽവാസിയുടെ കാമ്പൗണ്ട് മറ്റൊരുത്തൻ്റെ വീട്ടിലേക്ക് വീണു അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇതൊരു സംഭവമല്ല, ഇത് പല വീടുകളിലും ഈ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അയൽവാസി തമ്മിലുള്ള അക്കടപാടുകളെ പ്രത്യേകിച്ചിട്ടും മനസ്സിലാക്കണം. അയൽവാസിക്ക് ബുദ്ധിമുട്ടാക്കുന്ന ശൈലിയിൽ, അവിടെ അപകടമുണ്ടാക്കുന്ന ശൈലിയിൽ കമ്പൗണ്ട് കെട്ടാൻ പാടില്ല. നീ 10 ഫീറ്റ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഹൈറ്റിൽ നീ കമ്പൗണ്ട് കെട്ടുമ്പോൾ അതിൻ്റെ ഭദ്രതയോടുകൂടി അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കാതെ നീ കമ്പൗണ്ട് കെട്ടിയാൽ, അതിലേക്ക് ഫുള്ളായിട്ട് മണ്ണ് നിറച്ചാൽ ഏത് സമയത്തും മഴക്കാലത്ത് ഇടിഞ്ഞു വീണ് അവർ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള എത്ര അയൽവാസികളുണ്ട്. നിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അയൽവാസികളോടുള്ള അക്കടപാടുകളും സ്നേഹബന്ധങ്ങളും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അക്രിം ജാറക വലൗ കാന കാഫിറ, അമുസ്ലിമായ മനുഷ്യനാണെങ്കിൽ പോലും നിൻ്റെ അയൽവാസിനെ ബഹുമാനിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല വീടുകളിലും ഇത്ര അപകടങ്ങൾ സാധ്യത ഉള്ളതാകുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ മഹല്ല് കമ്മിറ്റിക്കാർ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കണം. അപകടം സാധ്യതയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം. നാട്ടിൻ്റെ ഉമറാക്കന്മാർ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവിടെ ചിന്തിക്കേണ്ടത്, നാടിൻ്റെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകൾ, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മെമ്പർമാർ ഇക്കാര്യം ഈ അപകടം സാധ്യതയുള്ള വിഷയങ്ങളെ വേണ്ടുന്നത് പോലെ ചിന്തിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും, സമുദായത്തിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ മരങ്ങൾ, സുബ്ഹാനല്ലാഹ്, അപകടങ്ങൾ ഉണ്ടാക്കുന്ന മരങ്ങൾ, തെങ്ങുകൾ, അതിനെ കൊത്തി മാറ്റണം. കാരണം അപ്പുറത്തെ വീട്ടിലേക്ക് അത് ഏത് സമയത്തും കാറ്റ് വന്നാൽ പൊളിഞ്ഞു വീഴാൻ, അവൻ്റെ വീട്ടിൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ അത്തരം മരങ്ങളെയും കൊത്തി മാറ്റണം. അതുപോലെ തന്നെ അയൽവാസിനെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യം നാം ചെയ്യാൻ പാടില്ല. ചില ആളുകൾ കോഴി പോറ്റുന്നുണ്ട്, ആട് പോറ്റുന്നുണ്ട്, പൈ പോറ്റുന്നുണ്ട്, അയൽവാസിക്ക് ശല്യമുണ്ടാക്കുന്നുണ്ട്. എങ്കിൽ അത്തരം പ്രവണതകളെ നാം നിർത്തുകയും അതിനിക്ക് ഭദ്രത ഉണ്ടാക്കുകയും ചെയ്യണം. ഇതൊരു കുത്താറിൻ്റെ കഥ മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? സ്വഹാബത്തുൽ കിറാം പഠിപ്പിച്ചത് എന്താണ്? ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ, ആ മഹാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ എലിശല്യമാണ്, അതുകൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആരിഫീങ്ങളിൽപ്പെട്ട ആ വലിയനോട് തൻ്റെ സുഹൃത്ത് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ചനെ പൂറ്റിയാൽ എലിശല്യം ഉണ്ടാകൂല. അപ്പോൾ മഹാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പൂച്ചനെ പൂറ്റിയാൽ എൻ്റെ വീട്ടിലുള്ള എലികളൊക്കെയും അയൽവാസിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ശല്യപ്പെടുത്തിയാൽ അയൽവാസിനെ ആവുകയില്ലേ എന്ന് ആ മഹാൻ ചോദിക്കുകയാണ്. എങ്കിൽ എത്രമാത്രമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളുള്ളത്? സുബ്ഹാനല്ലാഹ്, അതുപോലെ തന്നെ റോഡ് തടയുക, വഴി തടയുക എന്നുള്ളത് അത് ഇസ്ലാം വളരെ നിഷിദ്ധമാക്കിയ ഒരു കാര്യമല്ലേ? നിൻ്റെ വീട്ടിലേക്ക് സുന്ദരമായ റോഡുണ്ട്, കാർ വരുന്നുണ്ട്, അതുപോലെ തന്നെ റിക്ഷ വരുന്നുണ്ട്, ബൈക്ക് വരുന്നുണ്ട്. നിൻ്റെ വീട്ടിൻ്റെ തൊട്ട് പുറകിലുള്ള ആ മനുഷ്യനിക്ക് റിക്ഷ വരാൻ സാധിക്കുന്നില്ല, അവിടെ രോഗിയായ മനുഷ്യനുണ്ട്. അവിടെ കാർ വരാൻ സാധിക്കുന്നില്ല.
അവിടെ സാധനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. എന്നാൽ നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അവനിക്ക് റോഡിൻ്റെ സൗകര്യമുണ്ടാക്കി കൊടുക്കണം. നീ അവിടെ പൈസ നോക്കാൻ പാടില്ല. ഇവിടെ സെൻസിന് 2 ലക്ഷമുണ്ട് അല്ലെങ്കിൽ 3 ലക്ഷമുണ്ട് എന്ന് നോക്കാൻ പാടില്ല. നിൻ്റെ അയൽവാസിയാണോ നീ നീ ആ അയൽവാസിയെ ബഹുമാനിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് അമുസ്ലിമായ മനുഷ്യനാണെങ്കിലും ശരി, നീ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതുവരെ എന്ന് പറഞ്ഞാൽ, നീ വീട്ടിൽ ഒരു ഇറച്ചിക്കറി വെക്കുകയാണ്, നിൻ്റെ അയൽവാസിക്ക് ആ ഇറച്ചിക്കറി ഇല്ല എങ്കിൽ നീ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും ശരി, നീ ഒന്ന് കറി ജാസ്തിയാക്കി അവനിക്ക് ഒരു പിഞ്ഞണം കറിയെങ്കിലും കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മതമാണെങ്കിൽ എത്രമാത്രം സുന്ദരമായ വിഷയമാണ്. അതുപോലെ തന്നെ വെള്ളം തടയാൻ പാടില്ല, റോഡ് തടയാൻ പാടില്ല, റോഡുകളുടെ ശല്യങ്ങൾ നീക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാത്തത്തുൽ അദാ മിനൽ ഈമാൻ, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടിനെ തടയുക, വഴി സൗകര്യമാക്കി കൊടുക്കുക, റോഡ് സൗകര്യമാക്കി കൊടുക്കുക എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ്. മഴക്കാലത്ത് സുബ്ഹാനല്ലാഹ് എത്രയെത്ര റോഡുകളാണ്, വലിയ വലിയ കുഴികളുണ്ടായി, അതിൽ വാഹനക്കാർ വന്ന് വീഴുന്നു. അതുപോലെ തന്നെ ബൈക്കിൽ ചിലപ്പോൾ ബാക്കിന്ന് ഗർഭിണികളായ സ്ത്രീകളുണ്ടാകും, പ്രായമുള്ള സ്ത്രീകളുണ്ടാകും. അവർ ആ കുണ്ടിലേക്ക് അറിയാതെ വീണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് ഡിസ്ക് വേദനയാകുന്നു, അല്ലെങ്കിൽ പല അപകടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ ആ നാട്ടിൽപ്പെട്ട മഹല്ലുകാർ, ആ നാട്ടിൽപ്പെട്ട ഉമറാക്കൾ, ആ നാട്ടിൽപ്പെട്ട സംഘടനാ പ്രവർത്തകന്മാർ, ആ നാട്ടിൽപ്പെട്ട സാമൂഹിക പ്രവർത്തകന്മാർ, ആ നാട്ടിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ, ആ നാട്ടിൽപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ ഇത് വേണ്ടുന്നത് പോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാളെ മഹ്ശറയിലും ഖബറിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഹിസാബ് ചെയ്യുമെന്നുള്ള കാര്യം ആർക്കും തന്നെ തർക്കമേ ഇല്ല. അതുകൊണ്ട് ഈ ഒരു കുത്താറിൻ്റെ ഒരു വിഷയമല്ല ഇത് ഞാൻ പറയുന്നത്. എത്രയോ വീടുകൾ പേടിയിൽ നിൽക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, റോഡുകൾ വിശാലമാകുന്ന സന്ദർഭമാണ്. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൻ്റെ അടുത്താകുമ്പോൾ ഒരുപാട് വീടുകളും ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും ഉയർന്നു കൊണ്ടുവരുമ്പോൾ, അതുപോലെ തന്നെ വലിയ വലിയ പർവ്വതങ്ങളെയും കുന്നുകളെയും പൊടിച്ച് നിരപ്പാക്കി വിശാലമാക്കി വീടുകൾ നിർമ്മിക്കുമ്പോൾ, നീ വിശാലമാക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ആ കുന്നിൻ മുകളിൽ പാവപ്പെട്ടവർ ചറ്റപ്പുരയിൽ കഴിയുന്ന വീടുണ്ടാകും. നീയെങ്കാലും അതിൻ്റെ ഗഡുവരെ നിൻ്റെ ആ സ്ഥലം വരെ ആ മണ്ണ് നീക്കിയാൽ ഏത് സമയത്തും ആ മണ്ണ് ഇടിഞ്ഞു വീണ് ആ വീട് തകരാൻ സാധ്യമുണ്ട്. മഴ വന്ന് തകരാൻ സാധ്യമുണ്ട്, ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ രാത്രികളും ആ പാവപ്പെട്ട കുടുംബങ്ങൾ കഴിയുന്നത് ഭയത്തോടു കൂടിയും പേടിയോടു കൂടിയുമാണ് എങ്കിൽ നീ ചെയ്യുന്നത് അക്രമമാണ്, നീ ചെയ്യുന്നത് അനീതിയാണ്. നിന്റെ പണത്തിൻ്റെയും പൈസയുടെയും അഹങ്കാരം കൊണ്ട് പാവപ്പെട്ടവനെ നീ നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഇക്കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം. ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അയൽവാസിയോടുള്ള കടപ്പാടുകൾ, ബന്ധങ്ങൾ, അതുപോലെ തന്നെ നാടുമായിട്ടുള്ള ബന്ധങ്ങൾ, ഈ വിഷയം വളരെയേറെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് കുത്താറിൽ നടന്ന ഒരു വിഷയം, അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണ്? അപകടങ്ങളാണ്. വലിയ വലിയ ഉയർന്ന കമ്പൗണ്ടുകൾ കെട്ടുമ്പോൾ, അതിലേക്ക് മണ്ണ് നിറക്കുമ്പോൾ ഏത് സമയത്തും ഇടിഞ്ഞു വീണ് അയൽവാസിയുടെ മുതൽ നഷ്ടപ്പെടാൻ, അയൽവാസിയുടെ വീട് ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കി കെട്ടിയ ആ വീട് നഷ്ടപ്പെടാൻ, അതിന് പുറമെ വിലമതിക്കാത്ത ജീവങ്ങൾ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ, അതുകൊണ്ട് സഹോദരന്മാരെ, ഇതിൻ്റെ പിന്നിൽ ശ്രദ്ധിക്കണം. ഇസ്ലാം വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട് അയൽവാസിൻ്റെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി, അതുപോലെ തന്നെ നാടിൻ്റെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി വളരെയേറെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ കുടുംബത്തിന് വേണ്ടി നാം ദ്വാരക്കണം. അല്ലാഹുവേ, ആ 4 മരണപ്പെട്ടു പോയ ആ മുസ്ലിം സഹോദരികൾക്ക്, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നീ സ്വർഗം നൽകണമേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണമേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, ഖൽബ് പൊട്ടിപ്പോവുകയാണ്, ഖൽബിന് വല്ലാത്ത പേടിയാണ്. 4 ഖബറുകൾ ഒന്നിച്ച് ബാപ്പയുടെയും ഭാര്യയുടെയും മക്കളുടെയും ആ മയ്യത്ത്, 4 മയ്യത്ത് ഒന്നിച്ച് മറവ് ചെയ്യുമ്പോൾ, ദഫൻ ചെയ്യുമ്പോൾ മനസ്സ് പൊട്ടുകയാണ്, വല്ലാത്ത ദുഃഖം വരികയാണ്. അല്ലാഹുവേ, അവർക്ക് നീ സ്വർഗം പകരം നൽകണമേ. ആമീൻ.